നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എല്ലാവരും പറയുന്നത് കേട്ടാ തോന്നും ലോകത്തെ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരുന്ന ആദ്യത്തെ ആള് പൂജിച്ചയാണെന്ന്. എല്ലാവരും തിരിച്ചു വിളിച്ച് എല്ലാം കോംപ്രമൈസ് ആക്കിയതല്ലേ അച്ഛൻ? എല്ലാവരുടെ മുന്നേ വെച്ച് തന്നെ ഞാനുമായി ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞതല്ലേ പൂജിച്ചി? എന്നിട്ടിപ്പോ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ലല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടേ ഒന്നും മിണ്ടാനെങ്കിലും വന്നാലല്ലേ. എന്താ എന്താ പ്രശ്നം? പൂജ പഴയതുപോലെ മിണ്ടുകയും കൂട്ടുവിടുകയും ചെയ്യുന്നില്ലെന്നാ ഇവളുടെ പരാതി. ഓ, അതിന് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തല്ലേ? ആത്മാർത്ഥമായിട്ടാണ് അത് പറഞ്ഞതെങ്കിൽ പിന്നീട് ഞാൻ സംസാരിക്കാൻ ചെല്ലുമ്പോ ചേച്ചി എന്നെ ഒഴിവാക്കേണ്ട കാര്യമുണ്ടാച്ചാ. നോക്ക് മോളെ, മനുഷ്യരുടെ മനസ്സ് എപ്പോഴൊക്കെ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. എല്ലാരും കൂടി ഒറ്റപ്പെടുത്തുന്നു തോന്നിയാലേ ആരായാലും പതറിപ്പോവില്ലേ? ഒറ്റപ്പെടുത്താൻ നോക്കിയത് ഞങ്ങളെയല്ലേ അച്ഛാ? അതുകൊണ്ടല്ലേ മുക്കുപണ്ടങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചത്. നോക്ക്, ആ അധ്യായം കഴിഞ്ഞു. അത് ഇനി ചർച്ച ചെയ്യേണ്ടെന്ന് നമ്മൾ പറഞ്ഞതല്ലേ? ഒരു വലിയ പ്രശ്നം കഴിഞ്ഞ് എല്ലാവരും വീണ്ടും ഒന്നിക്കുമ്പോ ആദ്യം തമ്മിൽ ഇത്തിരി വിഷമവും പരിഭവവും ഒക്കെ കാണും. പൂജയുടെ പെരുമാറ്റത്തെ നീ അങ്ങനെ കണ്ടാ മതി. നിങ്ങൾ രണ്ടുപേരും ഈ വീടിന്റെ മരുമക്കളല്ലേ? ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി തന്നെ എല്ലാവരും ഒന്നിച്ച് നിർത്തി കൊണ്ടുപോകേണ്ടത് നിങ്ങൾ രണ്ടുപേരും അല്ലേ? പകരം എല്ലാം ഇട്ടെറിഞ്ഞു പോവുകയാണ് വേണ്ടത്. നീയും മകിലും നിന്റെ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് ഞാൻ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ അവിടേക്ക് പോകുന്നത് ഒരു കുടുംബത്തിൽ നിന്നും ഒരാളെ അടർത്തി മാറ്റിക്കൊണ്ട് പോകുന്നത് പോലെ ആവരുത്. അതുമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. മോൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നാളെ മുതൽ നിങ്ങൾക്കും പൂജയ്ക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ തന്നെ അത് നിങ്ങൾക്കിടയിൽ തന്നെ തീരണം. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. അച്ഛാ, ഞാൻ ഒരു പരാതിയുമായി വന്നതല്ല. അതെ, ഞാൻ മോളെ കുറ്റപ്പെടുത്തിയതല്ല. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ അതായിരിക്കും ഈ വീടിനെ താങ്ങി നിർത്താവുന്ന ഏറ്റവും വലിയ ശക്തി. കഴിഞ്ഞ 10-30 കൊല്ലമായി മാധുരി ഈ വീട് നോക്കിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും എനിക്ക് ഈ വീട്ടിൽ ഇടപെടേണ്ടി വന്നിട്ടില്ല. വഴക്കോ പരിഭവമോ പിണക്കോ എന്തു തന്നെയായാലും ഒരു രാത്രിയിൽ കൂടുതൽ നീണ്ടു നിൽക്കാൻ മാധുരി സമ്മതിക്കുകയില്ല. എന്റെ മരുമക്കളും അങ്ങനെ തന്നെ ആയിരിക്കണം. സോറി അച്ഛാ, ഞാനായിട്ട് ഇനി ഒരു കുഴപ്പമുണ്ടാക്കില്ല. മോള് കുഴപ്പമുണ്ടാക്കിയെന്നല്ല അച്ഛൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. നന്നായി. എന്നാ മാധുരി, നീ ചെന്നൊരു ചായ എടുക്ക്. ഞാൻ ചായയുടെ അച്ഛാ. അതെ, ആനന്ദേട്ടന്റെ ചായ സ്പെഷ്യലാ. അത് ഞാൻ ഇട്ടാലേ ശരിയാവും. ആയിക്കോട്ടെ, പക്ഷേ എങ്ങനെയാണെന്നൊന്ന് കണ്ടുപിടിക്കാലോ. അതാ ഓക്കെ. വാ. എന്താ അച്ഛനുള്ള സ്പെഷ്യൽ ടീയിലെ ഇൻഗ്രീഡിയൻസ്? അതൊക്കെ നീ കണ്ടോ? ഏലക്കയും ഗ്രാമ്പൂട്ട് മസാല ടീ ആക്കുന്ന ഏർപ്പാടല്ലേ? അതൊന്നും അല്ലടി. വാ. എന്നാ പിന്നെ ഹെർബൽ ടീ ആവോ അല്ലേ? അല്ല, അതെ, അതൊരു സ്പെഷ്യൽ മാധുരി ടീയാ. വാ. ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഞാനൊരു സ്പെഷ്യൽ ടീ ഉണ്ടാക്കുന്നത് കാണാൻ പോവാകില്ലേ? തൽക്കാലം കൊണ്ടു വാ. ഓ, പോയിട്ട് വാ മോളെ. അപ്പൊ ടീ നീ വന്നിട്ട് ആ സ്പെഷ്യൽ ഐറ്റം ചേർക്കൂ. പോരെ? അത് മതി. ആഹാ, ഇത് ഇത്ര പെട്ടെന്ന് വന്നോ? കുളി കഴിഞ്ഞ് ഇടാൻ പോകുന്ന ഡ്രസ്സ് മാച്ച് ഉണ്ടോന്ന്
നോക്കാൻ വിളിച്ചതാ അമ്മേ. ഒറ്റയടിക്ക് രണ്ടെണ്ണം തീർന്നു കിട്ടണേ ഭഗവാനെ. അമ്മേ അമ്മേ ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ട്. അയ്യോ അമ്മേ ലീക്ക് ചെയ്യുന്നുണ്ട്. അമ്മേ സ്റ്റൗ ഓണാണല്ലോ. അമ്മ പുറത്തേക്ക് പോ. അത് വേണ്ട, അമ്മ ചെന്ന് എല്ലാരും വിളിക്കുക. ചെല്ലമ്മേ മോളെ, ഞാൻ ചെല്ല. മോനെ അർജുൻ, അർജുൻ. എന്താ എന്താ മാധുരി, എന്താ? അമ്മ, ഗ്യാസ് ആരോ തുറന്നിട്ടിട്ട് പോയി. അടുക്കളയിൽ മുഴുവൻ ലീക്കായി. സ്നേഹമോള് കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനും സ്നേഹമോളും കത്തിപ്പോയേനമ്മേ. ഈശ്വര, ആരായി മഹാപാപം ചെയ്തത്? എന്താ മാതിരി? അത് അതെ, ഗ്യാസ്. അമ്മ പറയും. ഗ്യാസ് തുറന്നുവിട്ട് ഇവരെ കൊല്ലാൻ നോക്കിയെന്ന്. കൊല്ലാൻ നോക്കിയെന്നോ? ആര്? ഹ, അതറിയാമെങ്കിൽ ആ ആളെ ഇവിടെ വെച്ച് പൊറിപ്പിക്കോ? എന്താ സ്നേഹം ഉണ്ടായേ? ഞാൻ അടുക്കളയിൽ വന്നപ്പോ ഒരു മണം തോന്നി. നോക്കിയപ്പോ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു. അല്ല, അങ്ങനെ സ്റ്റൗ ഓഫ് ചെയ്യാൻ മറക്കേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോ ഇനി ആരെങ്കിലും ഓഫ് ചെയ്തപ്പോ മുഴുവനായിട്ട് ഓഫ് ആകാതിരുന്നതാണെങ്കിലും മതി. ഇത്ര നാളും ഇവിടെ അടുക്കള ഉപയോഗിച്ചിട്ട് നടക്കാതിരുന്നത് ഇപ്പൊ എങ്ങനെ സംഭവിക്കാനാ? എന്താ അച്ഛമ്മ കാര്യം? ഗ്യാസ് ആരോ തുറന്നു വിട്ടു മോളെ. അയ്യോ, അല്ല മാധുരി, ആരാ അടുക്കളയിൽ അവസാനം വന്നുപോയത്? മധു ആന്റി ആണല്ലോ. എന്താ എന്നെ പറ്റിയൊരു സംസാരം? നീയാണോ ഗ്യാസ് തുറന്നിട്ട് പോയത്? ഞാനോ? എന്തിന്? അടുക്കളയിൽ അവസാനം കയറിയതാരാ? നീയല്ലേ? ഞാൻ ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ കയറി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുകയും ചെയ്തല്ലോ. എന്നിട്ട് നീ ഗ്യാസ് ഓഫ് ചെയ്തില്ലേ? ആ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മധു? ഗ്യാസ് മുഴുവൻ ലീക്കായി അടുക്കളയിൽ പരന്നിരിക്കുകയായിരുന്നു. സ്നേഹ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു വലിയ ദുരന്തം ഒഴിവായി. ഞാൻ ഓഫ് ചെയ്താണ് ആനന്ദേട്ടാ. മധുവിന്റെ എപ്പോഴാ വെള്ളം തിളപ്പിക്കാൻ പോയത്? ഞാൻ അത് കഴിഞ്ഞ് മുറിയിലേക്ക് പോകുമ്പോ നിന്നെ കണ്ടതാണല്ലോ. അപ്പൊ അതിനുശേഷമാണല്ലോ പൂജേച്ചിയെ അടുക്കളയിൽ നിന്ന് വരുന്നത് ഞാൻ കണ്ടത്. ഓഹോ, അത് ശരി. അപ്പോ രണ്ടുപേരും കൂടി ചേർന്ന് എനിക്കിട്ട് പാര പണിയാൻ നോക്കുകയാണല്ലേ? ഞാൻ പൂജേച്ചിയെ അടുക്കളയിൽ നിന്ന് വരുന്നത് കണ്ടതല്ലേ? പച്ചക്കള്ളം. ഞാന് മുറിയിൽ നിന്ന് ഇപ്പോഴാ പുറത്തിറങ്ങിയത്. മാറും കണ്ടില്ല അച്ഛമ്മേ, ഒന്ന് കഴിഞ്ഞപ്പോ ഒന്ന്. എന്നെ ഇവിടെ എല്ലാരും കൂടി ഇട്ട് ദ്രോഹിക്കുന്ന എന്തിനാ? സ്വർണത്തിന്റെ കാര്യത്തില് ഞാൻ ഇവരെ കൈയോടെ പിടിച്ചതിന്റെ പക തീർക്കാനാ ഇപ്പോ ഗ്യാസിന്റെ കഥയായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ അടുക്കളയിലേക്ക് ഇന്ന് വന്നിട്ടേ ഇല്ല. പൂജേച്ചി ഞാൻ കണ്ടതാണല്ലോ. പച്ചക്കള്ളം പറയല്ലേ സ്നേഹേ? കള്ളം പറയുന്നത് ഇപ്പൊ പൂജേച്ചിയാണ്. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി അച്ഛമ്മേ. ഞാൻ വീണ്ടും ആശ്രമത്തിലേക്ക് തന്നെ പൊയ്ക്കോളാം. എനിക്ക് മതിയായി ഇതൊക്കെ കേട്ടിട്ട്. ആ, അത് വിട്. ചിലപ്പോ അറിയാതെ സംഭവിച്ചാണെങ്കിലോ? മധു, നീ ഓഫ് ചെയ്തപ്പോ മുഴുവനായിട്ട് അടഞ്ഞു കാണില്ല. പക്ഷേ സ്റ്റൗ മുഴുവനും തുറന്നു കിടക്കുകയായിരുന്നു.